ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയുടെ ഒരു ജനറൽ സർവീസിൻ്റെ വീഡിയോ ഉണ്ടോ. നിലവിൽ സർവീസിന് വേണ്ടി വണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ജാമായിട്ടിരിക്കുക. നല്ലോണം ലൈനർ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമൊക്കെ എനിക്ക് തന്നെ ശരിക്കും അത്യാവശ്യം ഈ കൺസ്ട്രക്ഷൻ സൈഡിലൊക്കെ നോക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയാണ് അതൊക്കെ. അപ്പോൾ അത് ലൈനർ ഫുള്ള് തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഫുൾ ടൈറ്റായി നിൽക്കുക. ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എഞ്ചിൻ റൂമിൽ മൊത്തം ചെളിയിൽ കാണണം കേട്ടോ. ഉള്ളിപ്പോൾ ഈ കണ്ടീഷനൊന്ന് ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും പറ്റില്ല. ഈ സൈഡൊക്കെ ഫ്യൂൽ പമ്പൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഈ കാണണം കേട്ടോ. അത്യാവശ്യം ചെളി ഫുള്ള് ചെളി അതിൻ്റെ ഉള്ളത്. അപ്പോൾ അതൊന്ന് ഈ കണ്ടീഷനൊന്ന് വാട്ടർ സർവീസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടി കയറി ബ്ലോക്കായി പോയേക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിടണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ പ്ലഗും കൂടി മാറണം. എയർ ഫിൽറ്ററും പ്ലഗും ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ അഡാപ്റ്ററും ഇതിൻ്റെ ഇത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ അഡാപ്റ്ററും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ക്ലച്ചിലില്ല. ഈ പൊടിയുടെ പ്രസൻസ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രഷർ പൊടി പോലത്തെ ഐറ്റംസൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കണേ. ക്ലച്ചിനകത്തായാലും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ പൗഡർ കണക്കുള്ള പൊടി ഉണ്ട്. ഇതതിൻ്റെ വേരിയേറ്റർ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഈ കാണുന്നതൊക്കെ ആ പൊടി പോലെ കിടക്കുന്ന ഐറ്റംസ് അതൊക്കെ ഫുള്ള് എയറടിച്ച് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ആ ക്ലച്ച് യൂണിറ്റ് ആയാലും അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റണമൊന്നുമില്ല. നെക്സ്റ്റ് സർവീസിലായാലും നമ്മൾ സെയിം ഇതേപോലെ തന്നെയാണ് അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ കൂട്ടത്തിൽ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടാം കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. കാരണം ഫുള്ള് തുരുമ്പിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുമ്പോൾ CVT ക്ലച്ചോ ഡ്രൈ ടൈപ്പാണ്. നമുക്ക് ഇവിടെ ലൂബ്രിക്കേഷൻസ് കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ് ആണ് നടത്തേണ്ടത്. അപ്പോൾ അതും കൂടി കൂടുതൽ ചെയ്ത് പോകുന്നുണ്ട്. ജനറൽ സർവീസിനകത്ത് പെടുത്തി അതും കൂടി നമ്മൾ ചെയ്യണുണ്ട് കേട്ടോ. ഓൾറെഡി ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ഉള്ളതാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെയും ടൈം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് നിലവിൽ ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.83 വരെ വന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല. വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. ചെക്കിങ്ങിലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്ക് അത്യാവശ്യം ക്യാമൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് തന്നെ മതി, ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ഫ്രണ്ടിലെ കേബിളുകൾ ലോഡായി കിടക്കാം. നമുക്ക് ആക്സിലേറ്റർ കേബിളിൻ്റെ പ്രോബ്ലമാണ് പറഞ്ഞത്. പക്ഷേ ആക്സിലേറ്റർ അല്ല കംപ്ലീറ്റ്. ഫ്രണ്ട് ബ്രേക്ക് ലോഡായേക്കാം. ബ്രേക്ക് ആയി നിൽക്കുമ്പോൾ നമ്മുടെ ആക്സിലേറ്റർ കൊടുത്ത വണ്ടി മൂവ് ആവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് ആക്സിലേറ്ററിൻ്റേതായിട്ടുള്ള പ്രോബ്ലം പോലെ തോന്നിയത്. ആക്സിലേറ്റർ കേബിളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് മാറ്റിയിടേണ്ടത്. പിന്നെ നമുക്കൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബൾബ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ആ പൊടിയും ഓളിയും ചെളിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് ഈ ലിവറുകളൊക്കെ ഒന്ന് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് മാറ്റണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ. കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഹാൻഡലിൻ്റെ വലിയ പ്രശ്നമില്ല. പിന്നെ ഈ ഇവിടുത്തെ ഈ യോക്ക് ഫുള്ളായിട്ട് ലൂസായി കിടണം. ഉള്ളിലത്തെ ക്ലാമ്പ് ഓവലായി പോയിട്ട് അപ്പോൾ അതും ഒന്ന് പിടിപ്പിച്ച് ക്ലിയർ ചെയ്തായിരുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതാണ് അവസ്ഥ. അതിൻ്റെ ഉള്ളിലത്തെ ചെളിയുടെയൊക്കെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. വർക്ക് എന്തെങ്കിലും വൈകുന്നേരത്തേക്കാണ് തീരുള്ളൂ. ലേറ്റാവും. ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.